അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഇവിടെ 9 മണിയൊക്കെ ആയി. അപ്പോൾ ഇപ്പോൾ എയർപോർട്ടിലേക്കാണ് പോണത്. സോ എയർപോർട്ടിലേക്ക് പോകുന്നത് സന്തോഷമാണ്. ഇവിടെ അനിയൻ്റെ വൈഫ് ദുബായിക്ക് പോകുന്നുണ്ട്. സോ ദുബായിക്ക് പോകണം. അപ്പോൾ ഞങ്ങളിവിടെ യാത്ര അയക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാ ഫാമിലി മെമ്പേഴ്സ്, അവളുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ റിഹോ ഒക്കെ ഫാമിലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 മണിക്കാണ് ഇറങ്ങുക. ആദ്യം രാത്രി 12 മണിക്കാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ പാലക്കാടാണ്. പാലക്കാട് നിന്ന് ഒരു 2.5 മണിക്കൂർ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ദൂരമുണ്ട്. പക്ഷേ നമ്മൾ ട്രാഫിക്കൊക്കെ പേടിച്ച് കുറച്ച് നേരത്തെയാണ് എപ്പോഴും എവിടെ നിന്ന് പോകുമ്പോൾ ഇറങ്ങാറ്. സോ ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റ് ഡിലേ ആയി എന്ന് പറഞ്ഞു. ഡിലേ ആയപ്പോൾ രാവിലേക്ക് എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 മണിക്ക് ഇറങ്ങും. സോ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല പാട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. റിഹോ അവൻ്റെ വാച്ച് എൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു. സോ ഞാനത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്, എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ കൊണ്ടാക്കണ സന്തോഷമാണ്. അപ്പോൾ വണ്ടി വന്നു. ഇത് മറ്റേ ക്രൂയിസറില്ല ഏതാണ്, കാരണം നിറയെ ആൾക്കാരുണ്ട്, ലഗേജ് നിറയുണ്ട്. അതുകൊണ്ട് ഈ വണ്ടി വിളിച്ചത്. അവളെല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഉമ്മയൊക്കെ കൊടുക്കുകയാണ്, അടുത്ത വീട്ടിലെ ആൾക്കാർക്കൊക്കെ. സോ ലഗേജൊക്കെ ഇങ്ങനെ കയറ്റുന്നുണ്ട്. കുറച്ച് ലഗേജ് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ആസിഫാൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഉമ്മയും അപ്പയൊക്കെ മെല്ലെ ഇറങ്ങുകയാണ്. പിന്നെ അങ്ങനെ ലഗേജൊക്കെ കയറ്റുന്നൊക്കെ വണ്ടി കുറച്ച് വലുതായതുകൊണ്ട് നിറയെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കയറ്റാൻ. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ തുടങ്ങി. പിന്നെ എപ്പോഴും ഇവിടെ നിന്ന് ദൂരയാത്ര പോകുമ്പോൾ ഇവിടുത്തെ പള്ളിയിലെ മറ്റേ ഉണ്ടിയിൽ പൈസ ഇട്ടിട്ടാണ് പോവുക. അവിടെ നിന്ന് കൊച്ചിക്ക് എന്ന് പറയുമ്പോൾ 2.5 മണിക്കൂർ യാത്രയുണ്ട്. പിന്നെ ഇടയിൽ ബ്ലോക്ക് എന്തെങ്കിലും പെടണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും യോ കാണിക്കുമ്പോൾ നൂറേയും കാണിക്കുമായിരുന്നു. പിന്നെ അവൾ എൻ്റെ മടിയിലിരുന്നപ്പോൾ ഞാൻ അവളുടെ വാച്ച് വെറുതെ ഇട്ട് നോക്കിയതായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഇക്കാക്ക സൗദിയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങി. പിന്നെ പെട്രോൾ പമ്പിൽ കയറി ഡീസലാണ് അടിച്ചത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഈ രാത്രി സമയത്ത് എയർപോർട്ടിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ എവിടെയെങ്കിലും ചിപ്സ്, വടക്കഞ്ചേരിയിൽ കുറേ ചിപ്സ് കടകളുണ്ട്. ഇവിടെ പാലക്കാടുള്ളവർക്ക് അറിയാം. അവിടെ നല്ല ഫ്രഷ് ചിപ്സ്, നല്ല അടിപൊളി ചിപ്സ് കിട്ടും. അപ്പോൾ അവിടുത്തെ ഒരു കാക്കാൻ്റെ അടുത്ത് നിന്ന് ചിപ്സൊക്കെ മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സായിരുന്നു. അത് ചോദിക്കും നമ്മുടെ അടുത്ത്, വെളിച്ചെണ്ണയിൽ വറുത്തത് വേണോ, ഓയിലിൽ വറുത്തത് വേണോ. വെളിച്ചെണ്ണയിൽ വറുത്തത് ചോദിച്ചപ്പോൾ അതാണ്. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ലോലിപോപ്പൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ചിപ്സ് കഴിക്കുന്നത് എന്നെ എടുക്കണ്ടെന്ന് പറയണം ഇക്കാക്ക. പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ യാത്ര തുടങ്ങി. അങ്ങനെ എനിക്ക് രാത്രി നേരത്തെ പറഞ്ഞ പോലെ എയർപോർട്ടിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ പകൽ എയർപോർട്ടിലേക്ക് വിളിക്കാനും കൊണ്ടാക്കാൻ പോകണതൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഈ രാത്രി സമയം ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഫുള്ള് ലൈറ്റും സൈലൻ്റായിട്ടിരിക്കും. നല്ല അവിടെ അടുത്ത വീട്ടിലൊരു അണ്ണൻ്റെ വണ്ടിയാണ്, അത് ജബ്ബാർ അണ്ണൻ എന്ന് പറയും. അപ്പോൾ അയാളുടെ വണ്ടിയിലാണ് പോയത്.
പിന്നെ വീണ്ടും ചായ കുടിക്കാൻ നിർത്തി. കാരണം വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം വണ്ടിയിലുള്ളവർ ഫുള്ള് ഉറങ്ങുകയാണ്. അപ്പോൾ ആൾക്ക് തനിയെ ഇങ്ങനെ ഉറക്കം വരികയാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തി. റിഹു നല്ല ഉറങ്ങി എണീറ്റിട്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാപ്പി കുടിച്ചു. എനിക്കല്ലെങ്കിൽ ഞാൻ ഉറക്കമൊന്നുമില്ല, എന്നാലും ഞാനൊരു കാപ്പി കുടിച്ചു. ഞാൻ വെറുതെ കടയൊക്കെ ഒന്ന് വെറുതെ എടുത്തു. ജബ്ബാറിൻ്റെ വണ്ടിയിൽ പിന്നെ നല്ല അടിപൊളി പാട്ടുകളായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പഴയ 90s ആ ഒരു സോങ്സ്. ആ സമയത്ത് ഈ 2000-ലൊക്കെ പണ്ടത്തെ ദിലീപ്, അങ്ങനെ നല്ല നല്ല പഞ്ചാബി ഹൗസാ, അങ്ങനെ കുറേ ഫിലിംസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫിലിംസിൻ്റെയൊക്കെ സോങ്സ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു എയർപോർട്ട് എത്തിയതേ എനിക്കറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി. എത്ര കണ്ടാലും പോയാലും ഒരു മതി വരാത്തൊരു സ്ഥലമാണ്. എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പോയിട്ടുണ്ട്, എന്നെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട്, വിളിക്കാൻ വന്നിട്ടുണ്ട്, അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇക്കാക്കാനെ വിളിക്കാനേ പോയിട്ടുള്ളൂ, കൊണ്ടാക്കാൻ പോയിട്ടില്ല. പിന്നെ ഇവിടുത്തെ വാപ്പ പണ്ട് ബസ്ക്കറ്റിലായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രാവശ്യം പോയാലും എത്ര പ്രാവശ്യം കണ്ടാലും പുതുമയുള്ളൊരു സ്ഥലമാണ് ഇത് എന്ന് പറയുന്നത്. നമ്മൾ വിളിക്കാൻ എപ്പോഴും താഴത്തേക്കല്ല പോവുക, ഇത് കൊണ്ടാക്കാനാവുമ്പോൾ നമ്മൾ മേലേക്കാണ് പോവുക. ടെർമിനൽ 3 എന്ന് പറഞ്ഞിട്ട് മേലേക്കാണ് വിടുന്നത്. അപ്പോൾ ഒരു നല്ല രസമാണ് രാത്രി ഇങ്ങനെ കൊണ്ടാക്കാനൊക്കെ പോകുമ്പോൾ. വിളിക്കാൻ പോകുമ്പോൾ അതിനേക്കാൾ രസമായിരുന്നു വണ്ടിക്കാക സൗദിയിലൊക്കെ ഉള്ളപ്പോൾ. ഇങ്ങനെ ഇഷ്ടം എന്നാൽ നമുക്ക് രാത്രി ഉറക്കം വരില്ല. ഇപ്പോൾ നാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഒന്നും തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവളെ കൊണ്ടാക്കാൻ പോവാണ്. പക്ഷെ അപ്പോൾ ഫ്ലൈറ്റ് പിന്നെ ഡിലേ ആയിട്ട് ആദ്യം 10 മണിക്കെന്ന് പറഞ്ഞു, പിന്നെയും ഡിലേ ആയി. ഭയങ്കര സങ്കടമായിരുന്നു അവൾക്ക്. കാരണം ഇങ്ങനെ ആദ്യമായിട്ട് പോണ സമയത്ത് ഇത്ര പ്രാവശ്യം ഡിലേ ആവണം. ചെറിയ കുട്ടീനെയും കൊണ്ട് എത്ര നേരം എയർപോർട്ടിലിരിക്കും. അവരാണെങ്കിൽ ഉള്ളിലേക്കും കടത്തി വിടില്ല, ബോർഡിംഗ് പാസ്സൊന്നും തരില്ല. ഫ്ലൈറ്റിൻ്റെ കുറച്ച് 3 മണിക്കൂർ മുന്നേ ബോർഡിംഗ് പാസ്സൊക്കെ അവർ തുടങ്ങുള്ളൂ. അപ്പോൾ പുറത്ത് ഇരുന്നിരുന്ന് മതിയാവും. പിന്നെ ലഗേജൊക്കെ എടുത്തിട്ട് അങ്ങനെ വെക്കുകയാണ്. കുറച്ച് അധികം ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യിലൊന്നും വെക്കണ്ട, മറ്റേ ഹാൻഡ് ലഗേജ് പോലും കയ്യിൽ വെക്കണ്ട, എല്ലാം ഇങ്ങനെ മറ്റേ ലഗേജിൽ വിട്ടാൽ മതി. കാരണം കുട്ടീനെയും കൊണ്ടൊന്നും ആവില്ല. കുട്ടീനെയും കൊണ്ട് നമുക്ക് കുട്ടീനെയും നോക്കണം, ഫയല്, നമ്മൾ ഈ പാസ്പോർട്ട് ടിക്കറ്റൊക്കെ നമ്മൾ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ എടുക്കണ്ടേ. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടെത്തി. എല്ലാവരും ഒരു ടെൻഷനുണ്ട്, അവൾക്ക് നല്ല ടെൻഷനുണ്ട് ആസ്ഫാക്ക്. ഇത് ആസ്ഫാൻ്റെ ഒരാൾ അനിയത്തിയും ഒരാൾ കുഞ്ഞുമ്മാൻ്റെ മകളുമാണ്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് പോയി നോക്കിയപ്പോൾ ഡിലേ ആണ്, ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. 9:30 എന്നായിരുന്നു കാണിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അവളിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് വഴിക്കായിരുന്നു പറഞ്ഞത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പറഞ്ഞത് ഫ്ലൈറ്റ് 9:30-ക്കാണെന്ന്. ഇല്ല, രാവിലെ 9:30-ക്കാണെന്ന്. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളെ കൊണ്ടുപോയ ആൾക്ക് പിറ്റേ ദിവസം മറ്റേ സ്കൂൾ ഓട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വന്നു. അവളുടെയും ഇവിടുത്തെ വാപ്പാനെയും അവളുടെ വാപ്പാനെയും അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ചെയ്തത്. കാരണം അത്ര നേരം അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇത്ര വൈകുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ആർക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്ലൈറ്റ് ഞാൻ രാവിലെ വിളിച്ച് ചോദിച്ചപ്പോൾ പിന്നെയും ഡിലേ ആയി എന്ന് പറഞ്ഞു. 10:50-നാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുമാതിരി ഒരു ശോകമായ ദിവസമായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ആൻറ്റി എന്നെ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുന്നുണ്ട്, എന്താ കുട്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ ഏതോ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട്. ഒരു 10-15 ഫ്രണ്ട്സ് വന്നിട്ട് ഒരേ കൂകലും നിലവിളിയൊക്കെ ആയിരുന്നു എയർപോർട്ടിൽ വെച്ചിട്ട്. ഞാൻ ഇന്ന് വരുമ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കാണുമെന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നത്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ, അതായത് ദൂരെ നിന്നെങ്കിലും എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആരും കണ്ടില്ല. പിന്നെ ഇക്കാക്ക മകനെയും മകളിനെയൊക്കെ ട്രോളിയിലിരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ ഒരു അലച്ചിൽ പിടിച്ച ദിവസമായിരുന്നു ഇന്ന്. നൂറ എനിക്ക് ഉമ്മയെ തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമാണ്. ആസ്ഫ കരയുകയാണ്. കാരണം ഇനി അവൾക്ക് കുറേ രാവിലെ വരെ, ഇപ്പോൾ സമയം 1 മണി എന്തോ ആയിട്ടില്ല, രാവിലെ വരെ ഇനി എയർപോർട്ടിൻ്റെ വെളിയിലിരിക്കണം, പുറത്തിരിക്കണം. അങ്ങനെ ഞങ്ങൾ അവളിനെ അവിടെ ആക്കി ഞങ്ങളൊക്കെ വന്നു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ നല്ല സന്തോഷമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഡിലേ ആയി ഇങ്ങനെ രണ്ടാളും വെളിയിലിരിക്കണു, വെറുതെ ഇങ്ങനെ എന്താ പറയുക, പുറത്ത് തന്നെ ഇരിക്കണമെന്ന് പറയുമ്പോൾ ഒരു സങ്കടമുണ്ട്. സോ നല്ലപോലെ എത്തട്ടെ. നല്ലപോലെ എത്തി.
നല്ലപോലെ എത്തട്ടെ, നല്ലപോലെ എത്തി നന്നായിട്ടിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിന് യാത്ര പറഞ്ഞു വന്നു.